I'm C.R. Chandran, a war veteran, Air Force retired. I participated in 2 wars in 1965 and 71. ഇവിടെ ഞാൻ ഈ ദയ ഹോസ്പിറ്റലിൽ വന്നു തുടങ്ങിയിട്ട് ഏതാണ്ട് 3-4 വർഷമായി. ഞാൻ എൻ്റെ വൈഫും വൈഫിൻ്റെ നെയിം ആനീഷ് ചന്ദ്രൻ. ഞങ്ങളിവിടെ 7-8 ഡോക്ടർമാരെയാണ് കാണുന്നത്. റൈറ്റ് ഫ്രം ചെയർമാൻ അസീസ് സാർ, ഇക്ബാൽ സാർ, രവീന്ദ്രൻ സാർ, നാരായണി സാർ, ആൻഡ് അബൂബക്കർ സിദ്ദിഖ്, ഡോക്ടർ അരുൺ സാർ, ഡോക്ടർ കൃഷ്ണപ്രസാദ് വെങ്കടേഷ്. അപ്പോൾ ഇത്രയും ഡോക്ടർമാരെ ഒരു സർവീസ് എനിക്ക് ഈ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഓവർ ആൻഡ് അബവ് ഇവിടുത്തെ സ്റ്റാഫിൻ്റെ സർവീസുകളെല്ലാം വളരെ റിമാർക്കബിളാണ്. വിൽ ഹാവ് ടു അപ്രീഷിയേറ്റ് അവരെ. അപ്പോൾ ഞങ്ങളെന്ന് പറഞ്ഞാൽ 80+, വൈഫിനും പ്രായമായി. ഇവിടെ കാലത്തൊക്കെ വരികയാണെന്ന് വെച്ചാൽ കാലത്ത് കറക്റ്റ് ടൈമിന് ഇവിടെ വരുമ്പോൾ നമ്മുടെ ഇതിൽ പ്രത്യേകിച്ച് എനിക്ക് മെൻഷൻ ചെയ്യേണ്ടത് ഇവിടുത്തെ ഡെവലപ്മെൻറ്റ് മാനേജർ സജിത്തിനെയാണ്. സജിത്തായിട്ട് പരിചയപ്പെട്ടു. ഇൻസിഡൻ്റലി ഞാനൊരു ദിവസം ഇവിടെ ലാബ് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം എന്നെ വന്ന് പരിചയപ്പെട്ടു. അന്ന് മുതൽ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിനെ വിളിച്ച് പറഞ്ഞാൽ മതി, അദ്ദേഹം ചെയ്യുക. ഞങ്ങളുടെ കാർ ഇറങ്ങുമ്പോൾ തന്നെ അദ്ദേഹം കാറിൻ്റെ അടുത്തുണ്ടാവും. അവിടെ മുതൽ അദ്ദേഹത്തിൻ്റെ ജൂനിയേഴ്സായിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യണ അമീറ, നീതു, സ്നേഹ, അങ്ങനെ എല്ലാ കുട്ടികളും ഞങ്ങൾക്ക് വേണ്ട സർവീസുകൾ തരാറുണ്ട്. അത് പ്രത്യേകിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ പ്രത്യേകിച്ച് പിന്നെ ഇവിടുത്തെ സർവീസിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല സർവീസാണ്, എക്സംപ്ലറി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും ബിഹേവിയറും പെരുമാറ്റങ്ങളൊക്കെ വളരെ നന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് കാരണം ഇവിടേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് വെച്ചാൽ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകണോ എന്നുള്ള ഒരു വിഷമം എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഇത്രയും ആൾക്കാരെ ഞാൻ പറഞ്ഞ ആൾക്കാരൊക്കെ ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് വേണ്ട സർവീസ് തരാറുണ്ട്. അതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ സാധാരണ ഒരു ആസ്പത്രിയിലൊക്കെ പോകാച്ചാൽ നമുക്ക് ആ ടോക്കൺ കിട്ടും. ആ പ്രയോറിറ്റി പ്രകാരം ആ ടോക്കൺ കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ഏജ് എല്ലാം കൺസിഡർ ചെയ്യുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ആ സ്റ്റാഫിൻ്റെ അത് ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ സഹായവും സഹകരണവും കൊണ്ട് മാത്രമാണ് ഇവിടേക്ക് വരുന്നത്. ഓൾമോസ്റ്റ് ഓൾ ദ മന്ത്സ് ഇവിടെ വരും. ഇത്രയും ഡോക്ടേഴ്സിനെ കവർ ചെയ്യാച്ചാൽ തന്നെ കുറേ സമയം എടുക്കുമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ്. ഐ എം സോ മച്ച് താങ്ക്ഫുൾ ടു ദി മാനേജ്മെൻറ്റ് ഓഫ് ദയ ഹോസ്പിറ്റൽ. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ദയ ഹോസ്പിറ്റാലിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ എൽഡേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞ ഒരു വിങ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത് പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് പ്രത്യേക കെയർ അവർ കൊടുക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് മറ്റേ ഹോസ്പിറ്റലുകളിൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഇവിടെ ഇതുണ്ട് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും അത് സ്വാഗതാർഹമാണ്, പ്രശംസനീയമാണ്. എൽഡേഴ്സ് ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു വിങ്ങിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പ്, അത് ഒരു പ്രായമായിട്ടുള്ള ഒരാൾ കയറി വരുമ്പോൾ ബുദ്ധിമുട്ടി വരുന്നത് കണ്ടാൽ തന്നെ ആ വ്യക്തികളെ ഫോക്കസ് ചെയ്തിട്ട് അതിനുള്ള ഇവിടെ സ്റ്റാഫുണ്ട്. അങ്ങനെയാണ് എന്നെ ഈ മിസ്റ്റർ സജിത്തായിട്ട് പരിചയപ്പെടാനും കാരണം. അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അത് കാരണം ഇവിടേക്ക് ധൈര്യമായിട്ട് ദയ ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻസിന് ധൈര്യമായിട്ട് അവനവൻ്റെ വീട്ടിലേക്ക് വരുന്ന മാതിരി വരാം.